പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു ചലഞ്ചിലാണ്. 30 ദിവസത്തെ 30 ദിവസം നമ്മൾ ഓരോ ദിവസത്തെയും പ്രത്യേകം പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്ന് ഡേ 2, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ ഹെൽത്ത്. ഇന്നലെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് നന്ദി പറഞ്ഞു. ഇന്ന് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ഇത്രയും നന്നായി പ്രവർത്തിക്കാനും നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് ചിരിക്കാനും നടക്കാനും ആഹാരം പാകം ചെയ്യാനും ജോലിക്ക് പോവാനും എല്ലാം നമ്മളെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഗുഡ് ഹെൽത്ത് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തോട് നന്ദി പറയേണ്ടതല്ലേ? ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ നല്ല ആരോഗ്യത്തിനായി നന്ദി പറയുക. നമ്മളെ ഇത്ര നാളും കാത്തു സൂക്ഷിച്ച നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മൂക്ക്, നമ്മളെ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, അങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് നന്ദി പറയുക. ആരോഗ്യം എന്നാൽ ജീവിതത്തിലെ വലിയ സമ്പത്തുകളിൽ ഒന്നാണ്. നമുക്കൊരു അഫർമേഷൻ പറഞ്ഞാലോ? ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി, മൈ മൈൻഡ് ആൻഡ് മൈ ഹെൽത്ത്. I treat myself with kindness, care, and appreciation every day. മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാവുന്നതാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യം എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തുക്കളിൽ ഒന്നാണ്. ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യത്തിനായി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് ദിവസവും നടക്കാനും ചിരിക്കാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനും കഴിയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഒരു ചെറിയ അസ്വസ്ഥത പോലും വരുമ്പോൾ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ശരീരത്തിനും മനസ്സിനും നന്ദി പറയുന്നു. എൻ്റെ ശരീരം ഓരോ ദിവസവും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവയെല്ലാം അത്ഭുതങ്ങളായ അനുഗ്രഹങ്ങൾ തന്നെയല്ലേ? നമുക്ക് ഈ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തു നോക്കാം. ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ചാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്നും എഴുതണമെന്നില്ല. വാട്ട് ഈസ് വൺ തിങ് മൈ ബോഡി ഹെൽപ്പ് മീ അക്കംപ്ലിഷ് ടുഡേ? ഇന്ന് എനിക്ക് നേടാൻ കഴിയുന്ന എന്ത് നേട്ടമാണ് എൻ്റെ ബോഡി എനിക്ക് വേണ്ടി ചെയ്തെന്നത്? ഹൗ ക്യാൻ ഐ ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ ഹെൽത്ത് ത്രൂ മൈ ആക്ഷൻസ്? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, അതുപോലെ നല്ല വിശ്രമം കൊടുക്കാം. നല്ല പണിയൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെയും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തോട് ദയ കാണിക്കാണ്ട് വീണ്ടും പണിയെടുപ്പിക്കുക, എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യിപ്പിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിനുള്ള ഉത്തരങ്ങൾ. വാട്ട് ഹെൽത്തി ഹാബിറ്റ് ക്യാൻ ഐ സ്ട്രെങ്തൻ ദിസ് വീക്ക്? ഒരു പക്ഷേ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ യോഗ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ഏതാണ് ഹെൽത്തി ഹാബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തണേ. ഇനി ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ളവനായും ചില ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നതായാലും എൻ്റെ ശരീരം എന്നെ ഇതുവരെ എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ എൻ്റെ ആരോഗ്യത്തെ കൂടുതൽ സ്നേഹത്തോടെയും കരുതലോടെയും പരിചരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. നല്ല ഭക്ഷണം, മതിയായ വിശ്രമം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ എന്നിവയിലൂടെ എൻ്റെ ആരോഗ്യത്തെ ഞാൻ ആദരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആരോഗ്യം എന്നത് രോഗമില്ലായ്മ മാത്രമല്ല കേട്ടോ. അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമമാണ്. അതിനാൽ ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യത്തെ ഒരു അനുഗ്രഹമായി കാണുകയും അതിനാൽ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും പല പ്രതിജ്ഞകളും എടുക്കാൻ കഴിയുന്നവരാണല്ലേ? ഇനി നമുക്ക് ഈ അഫർമേഷൻ നമ്മൾ പറഞ്ഞത് ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയാലോ? എൻ്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഓരോ ദിവസവും എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും ഞാൻ ബദ്ധയാണ് അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധനാണ്. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. അത് വിലമതിക്കുന്നവരാണ് ജീവിതത്തെ
കൂടുതൽ സന്തോഷത്തോടെ അനുഭവിക്കുന്നത്. ഇന്നത്തെ കോട്ട് ഇതാണ്, ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട്. ഗുഡ് ഹെൽത്ത് ഇസ് നോട്ട് സംതിങ് ടു ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ട് വെച്ചിട്ട് അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കണമെന്നില്ല. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ദാറ്റ് ഡിസേർവ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ. നമ്മുടെ നല്ല ആരോഗ്യത്തിനായി നമ്മൾ നന്ദി പറയണം. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിന് നമ്മൾ നന്ദി പറയുന്നു. എല്ലാവരും നമ്മൾക്ക് ഇത്രയും സർവീസ് ചെയ്തു തരുന്ന നമ്മളുടെ ഓരോ വ്യവസ്ഥകളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നെ കേൾക്കുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. നാളെ പുതിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. താങ്ക് യു.